ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ കോളേജ് പ്രോഗ്രാംസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ജന്മദിനം എന്ന് പറയുന്ന നമ്മുടെ ഒരു കഥയാണ്. ജന്മദിനം എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഓക്കെ, നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീർ നമ്മുടെ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലേ. നമ്മുടെ കോഴിക്കോടുള്ള ആളാണ്. നിങ്ങൾ കോഴിക്കോട് പൊതുവേ മിസ് പറഞ്ഞാണ്, കോഴിക്കോടുള്ള നമ്മുടെ ബേപ്പൂർ എന്ന സ്ഥലത്തുള്ള സുൽത്താനാണ്. അദ്ദേഹത്തെ അറിയാത്തവരായി കേരളത്തിൽ കുറവുള്ളൂ. എങ്കിലും അദ്ദേഹം തനി നാടൻ ശൈലിയിൽ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തനി നാടൻ ശൈലിയിൽ ജനങ്ങളിലേക്ക് കഥകളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ജീവിതകഥയാണ് കൂടുതലുള്ളത് അല്ലേ. പാത്തുമ്മയുടെ ആടൊക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ, അദ്ദേഹം ഒരു കൂട്ടുകുടുംബത്തിലാണ് ജീവിച്ചിരുന്നത് അല്ലേ. പെങ്ങന്മാരും ഭാര്യമാരും പിന്നെ അവരുടെ ഭർത്താക്കന്മാരും അളിയന്മാരും അവരുടെ പേരക്കുട്ടികളൊക്കെ ഇണങ്ങി ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബത്തിൻ്റെ ഡയലോഗ് അടക്കം അവരുടെ സംസാര ഭാഷാശൈലി കറക്റ്റ് സാധാരണക്കാർ നമ്മൾ പറയുന്ന ഭാഷാശൈലി ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതുന്ന ഒരു എഴുത്തുകാരനാണ് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ, അതായത് വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കിതിൽ ടെക്സ്റ്റ് എടുക്കാനുള്ള മനുഷ്യപുത്രി എന്ന് എഴുതിയത് ലളിതാംബിക അന്തർജനാണ്. നിങ്ങൾക്കറിയാലേ, മലയാളത്തിലെ ആദ്യത്തെ എഴുത്തുകാരി എന്നൊക്കെ അറിയപ്പെടുന്ന ലളിതാംബിക അന്തർജനം എന്താണ്? നമ്മുടെ തേതിക്കുട്ടിയെ പറ്റിയൊക്കെ ലളിതാംബിക അന്തർജനം എഴുതിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കുറേ അനുഭവക്കുറിപ്പുകളിൽ ഒരു കുട്ടി പിന്നെ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീഴുന്നതും അല്ലേ, ചോരയിൽ കുളിച്ച് കിടക്കുന്ന തേതിക്കുട്ടി പോകുന്നതും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അല്ലേ. സ്വാതന്ത്ര്യദിന സമരത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളായതുകൊണ്ട് ലളിതാംബിക അന്തർജനം എന്ന് പറയുന്ന എഴുത്തുകാരുടെ കഥകളിൽ കൂടുതലും സ്വാതന്ത്ര്യ വിപ്ലവ അനുഭവങ്ങളും സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയെ നേരിട്ട് കണ്ടൊരു വ്യക്തിയുടെ ആ ഒരു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ടാൾക്കാരെ മിസ് പരിചയപ്പെടുത്തി. ഇനി നമുക്ക് എന്ത് തുടങ്ങാം? ജന്മദിനം എന്നുള്ള നമ്മുടെ ആ ഒരു കഥ നമുക്ക് ജസ്റ്റ് തുടങ്ങാം. അതിനാദ്യം തന്നെ നമുക്ക് എന്താ നവോത്ഥാന പിന്നെ എന്താണല്ലേ ജന്മദിനം എന്ന കഥയിൽ നവോത്ഥാന കാല ചെറുകഥയാണ് ജന്മദിനം. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ മാറ്റങ്ങൾ. നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ പുതിയ ചിന്ത, ഉയർച്ച, ന്യൂ റീബർത്ത് എന്നൊക്കെ പറയും, റീതിങ്കിങ് അല്ലേ. നമ്മൾ വീണ്ടും പുനർചിന്ത, ഒരു മാറ്റം, അതാണ് നവോത്ഥാനം. പുതിയ പുതിയ ആശയങ്ങൾ പ്രചരിക്കുന്ന കാലഘട്ടത്തിനെയാണ് നമ്മൾ നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം നവോത്ഥാന കാല ചെറുകഥ കൃത്തുക്കൾ, ആ കൃതിയുടെ സ്വഭാവ സവിശേഷതയ്ക്ക് ഇതിൻ്റെ ഒരു ലേണിംഗ് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. ബേപ്പൂർ സുൽത്താനായ ബഷീറിൻ്റെ ആത്മകഥാംശമുള്ള കഥയാണ് ജന്മദിനം. ഏറ്റവും ശക്തമായി വിശപ്പ് എന്ന വികാരത്തെ അല്ലേ, ഇതിൽ ഓരോ പോയിന്റ് മിസ്സോടെ എഴുതിയിട്ടുണ്ട്. വിശപ്പ് എന്ന പ്രമേയം നവോത്ഥാന കാല ചെറുകഥത്തിന് തകഴി, കേശവദേവ്, ബഷീർ എന്നിവരുടെ എഴുത്ത് രീതി പരിചയപ്പെടുന്നതാണ് ജന്മദിനം എന്ന കവിത. ഓക്കെ, പിന്നെ മാനവികതയോടൊപ്പം രാഷ്ട്രീയ ദർശനവും ബഷീർ ജനങ്ങളെ വ്യത്യസ്തനാക്കുന്നു അല്ലേ. മാനവികത എന്ന മനുഷ്യൻ്റെ മൂല്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു എഴുത്തുകാരനാണ് മുഹമ്മദ് ബഷീർ. കൂടാതെ ബഷീർ രചനകളെ വ്യത്യസ്തനാക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങളാണെന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നവോത്ഥാന പ്രശ്നങ്ങളുടെ അസമത്വങ്ങളോടും എതിരെ ശക്തമായി പ്രതികരിച്ച നവോത്ഥാന കലാകാരന്മാർ പ്രധാനിയാണ് ബഷീർ അല്ലെ. സമകാലിക പ്രശ്നങ്ങളോടും അസമത്വങ്ങളോടൊക്കെ അല്ലെ. അസമത്വം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പ്രാചീന കേരളത്തിലൊക്കെ പല അസമത്വങ്ങളിൽ എന്താണ് 4 വർണ്ണങ്ങളിലായിരുന്നു. അതിനെന്താ മൊത്തം ചാതുർവർണ്ണം എന്ന് പറയില്ല, 4 വർണ്ണം. ചാതുർവർണ്ണത്തിൽ ഓരോ വർണ്ണത്തിലും ഓരോ ജനങ്ങളെ തരംതിരിക്കുന്ന അനാചാരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സമകാലിക പ്രശ്നങ്ങൾ. ആ സമയത്ത് അത് സമകാലിക എന്ന് പറഞ്ഞാൽ ബഷീർ ജീവിച്ചിരിക്കെ നടന്ന ചില അനാചാരം, അതായത് എന്താണ് അപ്ഡേറ്റ്സ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ദുരാചാരങ്ങൾക്കെതിരെയൊക്കെ ശബ്ദമുയർത്തിയ ആളായിരുന്നു നമ്മുടെ മുഹമ്മദ് ബഷീർ. വിശപ്പ് എന്നത് തൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഭീകരമായി അനുഭവിക്കേണ്ടി വന്ന സാഹചര്യമാണെന്ന് ബഷീർ പറയുന്നു. വിശപ്പും ദാരിദ്ര്യവും വളരെ സാധാരണയായി അനുഭവിച്ചൊരു കാലഘട്ടത്തിൽ കഥ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നും നമുക്ക് ചുറ്റും ദാരിദ്ര്യവും വിശപ്പും അനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട നിരവധി ആളുകളുണ്ടെന്ന അറിവ് നമ്മളെ വേദനിപ്പിക്കുന്നു അല്ലേ. വിശപ്പ് കൊണ്ട് ഭക്ഷണം മോഷ്ടിച്ചതിന് ആളുകൾ അടിച്ചുകൊന്ന മധു എന്ന ആദിവാസി യുവാവിനെ വേണമെങ്കിൽ നമുക്ക് ഓർക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആദിവാസി യുവാവ് മധു അല്ലേ? മധുവിനെ വിശപ്പിനുകൊണ്ട് അടിച്ചു കൊന്നെന്നാണ് പൊതുവെ പത്രത്തിലൊക്കെ എന്ന റിപ്പോർട്ട്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. എങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ നാം എന്തും ചെയ്യും. ജീവജാലങ്ങളുടെയും അടിസ്ഥാന ആവശ്യം ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിൻ്റെയും ധൂർത്തിൻ്റെയും ഇടയിൽ ജീവിക്കുന്ന ഇന്നത്തെ മനുഷ്യർ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കഥയാണിത്. മലയാളത്തിൻ്റെ കഥയുടെ സുൽത്താനായ ബഷീറിൻ്റെ ഒരു അനുഭവ കഥയാണ് ജന്മദിനം. കണ്ണും തലയും ഇരുട്ടടിച്ചു പോയി, വല്ലാത്ത വിഷമം, അസ്ഥികൾ വേകുന്നു, ദാഹം, വിശപ്പ്, ഇങ്ങനെ ഇത്തരത്തിലുള്ള സവിശേഷ പ്രമേയങ്ങളും അവയുടെ
അവതരണ രീതി കൊണ്ട് മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹിത്യകാരനാണ് മുഹമ്മദ് ബഷീർ. നവോത്ഥാന കാല എഴുത്തുകാരിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ സ്വരം കേൾപ്പിക്കുകയും ഭാഷയിലും നവോത്ഥാന കാല എഴുത്തുകാരിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ സ്വരം കേൾപ്പിക്കുകയും ഭാഷയിലും ആവിഷ്കാര രീതിയിലും സ്വകീയമായ പാത വെട്ടി തെളിക്കുകയും ചെയ്ത സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. മറ്റൊരർത്ഥത്തിൽ മിനുക്കു പണികളോ അതിഭാവുകത്വമോ കലരാത്ത മാനവികതയെ ഇന്ധനമാക്കി സ്വീകരിച്ചുകൊണ്ട് സാഹിത്യത്തെ നവീകരിച്ചു എന്നാണ് ബഷീറിൻ്റെ പ്രസക്തി. അല്ലേ? ബഷീർ എന്താണ്? സമകാലികമായ പ്രശ്നങ്ങളെയൊക്കെ രാഷ്ട്രീയപരമായിട്ടല്ലെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ജനങ്ങളോട് സംവദിച്ചു പോകുന്ന ഒരാളാണ് നമ്മുടെ മുഹമ്മദ് ബഷീർ. അപ്പോൾ നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതും മിസ് എന്താ പറഞ്ഞു? ഫസ്റ്റ് തന്നെ ബഷീറിനെ പറ്റി ആരാണ് എഴുതിയത്, അദ്ദേഹത്തിന് ഇൻട്രൊഡക്ഷൻ, അദ്ദേഹത്തെ പറ്റി പറയണം, പിന്നെ നമ്മൾ കഥയുടെ കണ്ടന്റ് പറയണം, പിന്നെ കൺക്ലൂഷൻ പറയണം. അതിൻ്റെ ഇടയിൽ പിന്നെ ഏത് ചോദ്യം നമുക്ക് എഴുതാൻ പറ്റണം, നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. കാരണം എന്തറിയണം? ആദ്യം കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ കഥ നോക്കാം. അല്ലേ? അതായത് പാഠവിശകലനം നമുക്ക് നോക്കാം. പ്രഭാതത്തിൽ ആരംഭിച്ച് രാത്രിയിൽ അവസാനിക്കുന്ന തികച്ചും ജൈവികമായൊരു പ്രഭാതത്തിൽ ആരംഭിച്ച് രാത്രിയിൽ അവസാനിക്കുന്ന തികച്ചും ജൈവികമായൊരു സംഘടനത്തെ ആവിഷ്കരിക്കുന്ന ഒരു കഥയാണ് ഒറ്റ വായനയാതിൽ തോന്നാം. എന്തുകൊണ്ടെന്നാൽ വിശപ്പ് എന്നൊരു ജൈവിക ചോദ്യമാണ്, തുടങ്ങുന്നതും ഒടുങ്ങുന്നതും. എന്നാൽ കഥയിൽ കടന്നു വന്ന ഈ വിശപ്പ് കേവലം ഒരു ഉപാധി മാത്രമാണ്. കാരണം വിശപ്പിനെ ഉപയോഗിച്ച് എഴുത്തുകാരൻ്റെ ദാരിദ്ര്യത്തെ കഥ പ്രകടമായി അടയാളപ്പെടുത്തുന്നില്ല. വിഷയം കഥാകാരൻ പങ്കുവെക്കുന്ന അദൃശ്യമായ വിശപ്പാണ്. അതൊരേ സമയം എഴുത്തുകാരൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ ഭൗതിക ദാരിദ്ര്യത്തെയും അഭിമുഖീകരിക്കുന്നു. അപ്പോൾ വിശപ്പാണ് പ്രധാനം. നമ്മളെ പാഠത്തിൻ്റെ പേരെന്താ? ജന്മദിനം. ജന്മദിനം എന്ന പാഠത്തിലെ പ്രധാനമായ ഉള്ളടക്കം വിശപ്പാണ്. വിശപ്പിനെ പറ്റിയാണ് ഈ പാഠം. അപ്പം അത് നിങ്ങൾ ആദ്യം കണ്ടന്റ് മനസ്സിലാക്കട്ടോ. വിശപ്പിൻ്റെ ഇതാണ് ഈ പ്രമേയമാണ് ഈ ജന്മദിനം എന്ന പാഠത്തിൽ. ജന്മദിനം ആരാണ് എഴുതിയത്? വൈക്കം മുഹമ്മദ് ബഷീർ. എന്താ പിന്നെ പറയുന്നത്? കട്ട് തിന്നത് കാരണം വിശപ്പിന് ശമനം കിട്ടിയ എഴുത്തുകാരൻ്റെ സ്തോഭജനകമായ നാളെക്കുറിച്ച് ആശങ്കപ്പെടാൻ നമുക്ക് പഴുതു കിട്ടുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല. വിശപ്പ് അവസാനിച്ചിട്ടില്ല. ഇടവേളകളുടെ നൈരന്ത്യത്തിൽ അത് ആരംഭിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള അവസാനമില്ലാത്ത ചോദ്യമായി രൂപം മാറുന്നു. അതുവഴി സ്വാഭാവികമായൊരു അന്ത്യം കൈവരിക്കാൻ കഥയ്ക്ക് കഴിയാതെ പോകുന്നു. വെല്ലുവിളികളോ ആക്രോശങ്ങളോ കൂടാതെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ അവതരിപ്പിച്ച് അതിൽ സൗമ്യനായി വ്യാകുലപ്പെടാൻ വായനക്കാരെ അനുവദിക്കുന്നതാണ് കഥയുടെ രീതി. വിശപ്പിനെയോ ദാരിദ്ര്യത്തെയോ പ്രതി നടത്തുന്ന ഉദ്ഘോഷങ്ങളില്ലാതെ വിശപ്പിൻ്റെ അലട്ടിനെ ഭീകരതയെ വസ്തുനിഷ്ഠമായി സന്നിവേശിപ്പിക്കാൻ അതിനാവുന്നു. എഴുത്തുകാരനെ കടന്നു പോകുന്ന ഭൂരിഭാഗം മനുഷ്യരും അയാളുടെ വിശപ്പിൻ്റെ വേവിനെ ഉൾക്കൊണ്ടിട്ടില്ല. ഒരു വേള അവരറിഞ്ഞിരുന്നെങ്കിൽ തന്നെ വിശ്വസിക്കുമായിരുന്നു എന്ന സംശയം പോലും വായനക്കാരന് വരാം. അത്രമേൽ സ്വാഭാവികമായാണ് എഴുത്തുകാരനുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും കഥയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ജന്മദിനാശംസ അർപ്പിച്ച മൃത്യു വിപ്ലവകാരിയായ സുഹൃത്തും ജന്മദിനാശംസ അർപ്പിച്ച മാത്യു എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിലെ ഒരു നായകൻ. ജന്മദിനാശംസ അർപ്പിച്ച മാത്യു, ആളെ മറന്നു പോകരുത് കേട്ടോ. മാത്യു എന്നാളും വിപ്ലവകാരിയായ സുഹൃത്തും ചെരുപ്പ് വിൽക്കാൻ വന്ന കുട്ടിയും അയാളുമായി ഇടപെടുന്ന എത്ര സ്വാഭാവികമായിട്ടാണ്. ഇത് മുഴുവൻ അയാളിലെ ആത്മാഭിമാനത്തിൻ്റെ കട്ടി കുറഞ്ഞൊരു മറയാണ്. ഈ മറ ശരീരം വിൽക്കാൻ വന്ന പെണ്ണിനോടും ചായ തനിച്ചു വരുത്തിച്ചു കുടിച്ച സുഹൃത്തിനോട് അയാൾ യഥേഷ്ടം കാണിക്കുന്നുമുണ്ട്. ഈ മറയുടെ സുരക്ഷിതത്തിൽ നിന്നാണ് അയാളുടെ വിശപ്പ് പോലും നിർവീര്യമാകുന്നത്. ആത്മാഭിമാനം സമ്മാനിക്കുന്ന ടോക്സിസിറ്റിയാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തയിലേക്ക് എന്ത് ചെയ്യുന്നത്? എഴുത്തുകാരൻ വളരുന്നത്. വിശപ്പാണ് ആത്മഹത്യ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് തോന്നാമെങ്കിലും വിശപ്പാണ് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് തോന്നാമെങ്കിലും അത് അടിത്തറ താൻ അനാവൃതമാക്കുമേ എന്ന നാഗരികൻ്റെ കേവല ഭയമാണ്. അപ്പോൾ ഈ പാഠം നിങ്ങളിങ്ങനെ വായിക്കുന്നത് കേട്ടിട്ട് എന്താ വേണ്ട? ഇൻട്രസ്റ്റ് ഇല്ലാതെ പോണ്ട. കാരണം ഇത് പാഠത്തിൽ വരുന്ന വിശപ്പ് എന്ന ഒരു ഘടകം ഒരു മനുഷ്യനെ എത്രത്തോളം മാറ്റം വരുത്തുന്നു എന്നാണ് ഇതിൻ്റെ ഒരു കണ്ടന്റ്. കണ്ടന്റ് എന്ന് പറയുന്നത് അതിനൊരു ഉള്ളടക്കം. ലോകമഹായുദ്ധങ്ങളും അതുമൂലം ഉണ്ടാവുന്ന വിശ്വാസ തകർച്ചകളും ജന്മം നൽകിയ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അഥവാ അസ്തിത്വവ്യഥ യൂറോപ്പിൻ്റെ സാഹിത്യ സാംസ്കാരിക മേഖലയുടെ ലാവണ്യ ദർശനങ്ങളെ ആക്രമിച്ചു തുടങ്ങിയത് 1940-കളിലാണ്. കഫ്ക, കമ്യു, സാർത്ര എന്നീ പാശ്ചാത്യ രചയിതാക്കളുടെ കൃതികളിൽ ഇതിൻ്റെ സ്വാധീനം നമുക്ക് കാണാം. കഫ്ക, കമ്യു, സാർത്ര. ഓക്കെ,
എന്നീ പാശ്ചാത്യ രചയിതാക്കളുടെ കൃതികളിൽ ഇതിൻ്റെ സ്വാധീനം കാണാം. അവരാവിഷ്കരിച്ച വ്യക്തിശൂന്യതയുടേതായ ഭാവതലമാണ് എഴുതപ്പെട്ട ജന്മദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയുടെ സാംസ്കാരിക മുഖമാണ് ജന്മദിനം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ എഴുതണം കേട്ടോ. എന്താ എഴുതേണ്ടത്? സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയുടെ സാംസ്കാരിക മുഖമാണ്. സ്വാതന്ത്ര്യപൂർവം എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പിലെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യൻ്റെ ഒരു മൊത്തത്തിലുള്ള മുഖമാണ് ഈ ഒരു വിശപ്പ് എന്ന കഥയിലൂടെ നമുക്ക് എഴുത്തുകാരൻ പറഞ്ഞു തരുന്നത്. പിന്നെ രാഷ്ട്രീയ പ്രശ്നമായി തന്നെ വ്യവഹരിക്കപ്പെട്ട സാമൂഹിക പരിസരത്തു നിന്നാണ് ജന്മദിനം ഉടലെടുക്കുന്നത്. ഇത്തരം രൂക്ഷമായ ജീവിത പ്രതിസന്ധികളെ മനുഷ്യൻ്റെ ദാർശനിക പരിസരവുമായി ബഷീർ ചേർത്ത് കെട്ടുന്നത് അങ്ങേയറ്റം സരളമായാണ്. എത്രാമത്തെ പിറന്നാളാണ് താൻ ആഘോഷിക്കുന്നതെന്ന് തിട്ടമില്ലാത്ത എഴുത്തുകാരൻ തന്നെയാണ് അതിന് ഏറ്റവും മികച്ച ഉദാഹരണം അല്ലേ. എഴുത്തുകാരനൊരു എന്താ പറയുക, തൻ്റെ ജന്മദിനത്തിനൊരു ഗിഫ്റ്റ് കിട്ടി. നമ്മൾ പിറന്നാളിന് സമ്മാനം കൊടുക്കുമല്ലോ. അപ്പോൾ എത്രാമത്തെ പിറന്നാളാണ് തൻ്റെതെന്ന് എഴുത്തുകാരന് പോലും അറിയാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. കൂടാതെ ഇതിനെ ഓർമ്മിപ്പിക്കുന്ന സന്ദർഭം കാമുവിൻ്റെ ഔട്ട്സൈഡർ എന്ന പ്രശസ്തമായ മറ്റൊരു നോവലുണ്ട്. അപ്പോൾ ഔട്ട്സൈഡർ എന്ന് പറയുന്ന കാമു എന്ന് പറഞ്ഞ ആൾ എഴുതിയ ഒരു നോവലും ഇവിടെ പ്രതിപാദിക്കുന്നു. പിന്നെ അമ്മ മരിച്ച ദിവസം ഏതായി സംശയിക്കുന്ന കഥാനായകൻ ഭൗതിക യുക്തിക്ക് വിലയില്ല സന്ദർഭങ്ങളായിട്ട് ജന്മദിനത്തിലാകട്ടെ വ്യക്തിബോധത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ വിശപ്പ് സഞ്ചരിക്കുന്നു എന്ന് സാന്ദർഭികമായി കൂടി രേഖപ്പെടുത്തുന്നു. ഭീമമായ അസ്തിത്വ ദുഃഖങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വാതിലായാണ് വിശപ്പ് എന്ന ബിംബത്തെ ബഷീർ സ്വീകരിച്ചത്. ഭക്ഷണത്തിനു വേണ്ടി മാത്രമാണോ എഴുത്തുകാരൻ വിശന്നിരുന്ന ചോദ്യം വായനക്കാരൻ അടിപാകിയെടുക്കാനാണ് ജന്മദിനം പരിശ്രമിക്കുക. തീർച്ചയായും മനുഷ്യ സമൂഹത്തിൻ്റെ എക്കാലത്തെയും അടിസ്ഥാന പ്രശ്നം വിശപ്പാണ് അല്ലേ. നമുക്കറിയാം ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ത് തന്നെയാണ്? വിശപ്പ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉള്ള കണ്ടന്റ് എഴുതേണ്ടതാണ് മിസ് പറഞ്ഞത്. വിശപ്പ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം വിശപ്പാണ്. അസ്തിത്വത്തിൻ്റെ ആധാരമായി അത് വിവരിക്കപ്പെടുന്നു. ഈ ആശയത്തെ ശക്തമായി അടയാളപ്പെടുത്തുന്നു.